ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ LED സ്ട്രിപ്പ് അതുപോലെ തന്നെ പ്രൊഫൈൽ LED കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഡ്രൈവാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കാം. ഇത് 5 ആംപിയറിൻ്റെ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 5 ആംപിയറിൻ്റെ ആണ് നമ്മൾ ഈ അഡാപ്റ്റർ അല്ലെങ്കിൽ SMPS നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 5 ആംപിയർ ആണല്ലോ. 5 ആംപിയർ 12 വോൾട്ടാണ് നോർമലി വരുന്നത്. അപ്പോൾ 5 ആംപിയർ ഇൻറ്റു 5 ഇൻറ്റു 12. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 60 വാട്ട്സ് അതാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. 60 വാട്ട്സ് ആണ് ഇതിൽ നിന്ന് മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. 60 വാട്ട്സിൻ്റെ മാക്സിമം വരുന്ന രീതിയിലുള്ള LED നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കത്തിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നോർമൽ ലെവലുള്ള സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ആവറേജ് എത്ര വാട്ട്സ് എടുക്കും LED സ്ട്രിപ്പ്, അതുകൂടാതെ പ്രൊഫൈൽ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര വാട്ട്സ് എടുക്കുമെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നോർമൽ ലെവലുള്ള LED സ്ട്രിപ്പ് ആണെങ്കിൽ, അതായത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ട് നോർമൽ ലെവലുള്ള LED സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് 1 മീറ്ററിന് 8 വാട്ട്സ് വരെ ആവറേജ്, അതായത് ഏറ്റവും ടോപ്പ് വരെ എടുക്കാറുണ്ട്. 8 വാട്ട്സ് വരെ അല്ലെങ്കിൽ 7 വാട്ട്സിന് 8 വാട്ട്സിന് വരെ നമ്മൾ എടുക്കാറുണ്ട്. അതായത് 1 മീറ്ററിൽ 8 വാട്ട്സ് വരെ എടുക്കാറുണ്ട്. എന്നാൽ പ്രൊഫൈൽ ലൈറ്റ് ആവുന്ന സമയത്ത് പ്രൊഫൈൽ ലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ചുകൂടി ലൈറ്റുകൾ ഭയങ്കര അടുത്തായിരിക്കും. നമുക്ക് വാളിലൊക്കെ സെറ്റ് ചെയ്യുക, അതായത് ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിലുള്ള ലൈറ്റ് കാണുന്നതാണ് നമ്മൾ ആ പ്രൊഫൈൽ ലൈറ്റ്. അതൊക്കെ നന്നായിട്ട് LED അകടുത്താണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മിനിമം 16 വാട്ട്സ് വരെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ നോർമൽ ലെവലിൽ LED സ്ട്രിപ്പിനാണെങ്കിൽ ഒരു 8 വാട്ടും അല്ലാത്ത പ്രൊഫൈലാണെങ്കിൽ 16 വാട്ട്സും. ഇനി ഇതിൻ്റെ കണക്ഷൻസ് നമുക്ക് നോക്കാം. ഇത് LED അതിൻ്റെ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം എർത്ത് മാർക്ക് ചെയ്തേക്കണം, പിന്നെ N എന്ന് പറഞ്ഞ് എല്ലും മാർക്ക് ചെയ്തിട്ട് എന്നും മാർക്ക് ചെയ്തിട്ട് അത് ഫേസ് കൊടുക്കുന്നതാണ് ലീഡും ന്യൂട്രും. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം V+, V- എന്ന് പറയുന്നത്, അതായത് DC വോൾട്ടേജാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. V+ എന്ന് പറയുന്ന സ്ഥലത്ത് പോസിറ്റീവ് വോൾട്ടേജും V- എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് വോൾട്ടേജും. അതായത് LED വർക്ക് ചെയ്യുന്നത് DC വോൾട്ടേജിലാണ്. നമ്മൾ AC വോൾട്ടേജ് ഇൻപുട്ടിൽ കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് DC വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇൻപുട്ട് നമുക്ക് എർത്ത്, L എന്ന് പറയുന്നത് ഫേസ്, N എന്ന് പറയുന്നത് ന്യൂട്രൽ. അത് 230 വോൾട്ട് AC ആണ് കൊടുക്കുന്നത്. നമുക്ക് ഔട്ട്പുട്ട് V+ൽ നമ്മൾ കൊടുക്കുന്ന DC വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ DC വോൾട്ടിലാണ് നമ്മൾ LED കണക്ട് ചെയ്യുന്നത്. അപ്പോൾ V+ എന്ന് പറഞ്ഞാൽ LED കണക്ട് ചെയ്യുന്ന പ്ലസ് വോൾട്ടേജ് 12 വോൾട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. 12 വോൾട്ടിൻ്റെ പ്ലസ് വരും. V- എന്ന് പറഞ്ഞാൽ 12 വോൾട്ടിൻ്റെ നെഗറ്റീവ് വരും. ഇതാണ് നമ്മൾ LED സ്ട്രിപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഇത് മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയിപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കേസുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് എർത്ത് കൊടുക്കുക, L കൊടുക്കുക, N കൊടുക്കുക. അതവിടെ നമ്മൾ 230 വോൾട്ടേജ് AC ആണ് കൊടുക്കേണ്ടത്. ഔട്ട്പുട്ടാണ് നമുക്ക് V+, V- എന്ന് പറയുന്നത് DC വോൾട്ടേജ് 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഇനി ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ കണക്ഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.